അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാൻവ ഉപയോഗിച്ചിട്ട് നല്ലൊരു സോഷ്യൽ മീഡിയ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതിനകം തന്നെ ഈ ഒരു ചാനലിൽ ഒരുപാട് ക്യാൻവ സീരീസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, റെസ്റ്റോറൻറ്റ് മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ബൾക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ് ക്യാൻവയിൽ ചെയ്യുക തുടങ്ങിയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്യാൻവയിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇന്റർഫേസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പഴയ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും മെസ്സേജ് അയച്ചിട്ടും കമൻ്റ് ആയിട്ടും പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഓപ്ഷൻസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനോടകം തന്നെ ഒരുപാട് ചേഞ്ചസുകൾ ക്യാൻവയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റർഫേസിലും മറ്റും തന്നെ പല ചേഞ്ചസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എങ്ങനെ നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, അത് മലയാളത്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്യാൻവ ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പുള്ള ക്യാൻവ ഇൻ്റർഫേസും ഇപ്പോൾ പുതിയതായിട്ട് വന്നുള്ള ക്യാൻവ ഇൻ്റർഫേസും തമ്മിൽ ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ മുകളിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സുകൾ, അതായത് ഏതൊക്കെ ടൈപ്പ് പേജ് സൈസ് ആണോ വേണ്ടത് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കസ്റ്റം സൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റിൽ കസ്റ്റം സൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആഡിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ ആയതുകൊണ്ടാണ് ഈ ഒരു സ്ക്വയർ സൈസിൽ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേസ്മെൻറ്റിലും ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതായത് റീൽ സൈസ്, അതുപോലെ സ്റ്റോറേജ് സൈസൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ ചെയ്തിട്ട് ഈ ഒരു സൈസ് ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ പേജ് സൈസ് ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഇതിനെ പറ്റിയിട്ട് ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇവിടെ സൈഡിൽ കാണാൻ പറ്റും ഡിസൈൻസ്, എലമെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. മുമ്പ് ഡിസൈൻസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസുകൾ വരും. ഞാൻ ഒരു ടാക്സി സർവീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മലയാളത്തിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടാക്സി സർവീസിനോട് അടിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകളൂടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള റീ എഡിറ്റിംഗ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ എലമെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എലമെൻറ്റ്സ് എന്താണോ ഇവിടെ സെർച്ച് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് താഴെ കാണാൻ പറ്റും കാറ്റഗറി എന്ന് കാണാൻ പറ്റും. മുമ്പ് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നേരെ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യും. അപ്പോൾ കാറ്റഗറി ബേസ് ചെയ്ത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാഫിക്സ് ആണെങ്കിൽ ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് എലമെൻ്റ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ കളർ, ഓറിയൻറ്റേഷനൊക്കെ എങ്ങനെ വേണ്ടതെന്നുള്ളതെല്ലാം തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങളിൽ ഒന്നാണ്. ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജസ്, ഫോട്ടോസ് കാണാൻ പറ്റും. ഫോട്ടോസിൽ പോയിട്ട് സെർച്ച് ചെയ്ത് അങ്ങനെ എടുക്കാം. പിന്നെ ഇവിടെ ഒന്നും തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. ഇത് പിന്നെ ടെക്സ്റ്റിൻ്റെ മോഡൽസൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ടെക്സ്റ്റ് സൈസ്, പിന്നെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും നമുക്ക് വളരെ ആവശ്യമുള്ളത്. പിന്നെ ആപ്സിനെ പറ്റിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ആപ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ കവർ ചെയ്തില്ല. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഞാൻ ആദ്യം കണ്ടൻറ്റ് ആഡ് ചെയ്യണം. അപ്പം ഞാനിതിൽ മലയാളം പോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിലുള്ള കണ്ടൻറ്റാണ് ചെയ്യുന്നത്. മലയാളത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള മംഗ്ലീഷ് ആപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് കണ്ടൻറ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ക്യാൻവയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈല് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രീ ആയിട്ടുള്ള ഫോണ്ട് ഓൾറെഡി ക്യാൻവയിലുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക്
പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതിൽ ഒരുപാട് ഫോണ്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടൊന്നും തന്നെ ഇതിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. കുറച്ച് ഫോണ്ടുകൾ മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. എന്നാൽ ചില ഫോണ്ടുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ആപ്പിൾ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഫോണ്ടുകളൊന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ചില ഫോണ്ടുകൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റിനെ കുറ്റി പെൻസിൽ എന്ന് പറഞ്ഞ സൈറ്റിൽ പോകുക. അവിടെ കുറ്റി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണ് അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺവേർട്ട് ടു കോപ്പി ടു ML സീരീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരിക. ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള മോഡൽസ് എല്ലാം തന്നെ ഇവിടെ സെലക്ട് ആവുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു ഹെഡിങ് ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ സബ് ടൈറ്റിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സബ് ടൈറ്റിൽ ആഡ് ചെയ്തതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്കിലേക്ക് മാറ്റുകയാണ്. അപ്പം ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് കൊടുക്കുക, Ctrl A അടിച്ചിട്ട്. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ടെക്സ്റ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ സ്റ്റൈൽ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏരിയലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാണ്. സബ് ടൈറ്റിലിൻ്റെ കളറും ഞാനൊന്ന് വൈറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് Ctrl A അടിച്ചിട്ട് വേണം കളർ ചേഞ്ച് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫുള്ള് കളർ ചേഞ്ച് ആവില്ല. ഇപ്പോൾ ഞാൻ സബ് ടൈറ്റിൽ കൊടുത്തു. ഇനി ഇതിലേക്ക് കോൾ ആക്ഷൻ തൊട്ട് താഴെ കൊടുക്കുക എന്നുള്ള പ്ലാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ കോൾ നൗ എന്നുള്ള എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിന് ഫോൺ സ്റ്റൈൽ മാറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഫോൺ സ്റ്റൈൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോൺ സ്റ്റൈലും മാറ്റുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു മെയിൻ ഹെഡിങ്ങിൻ്റെ ലൈൻ സ്പേസിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു കോൾ ബട്ടൺ ആഡ് ചെയ്യണം. അപ്പോൾ കോൾ ബട്ടൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നേരെ എലമെൻറ്റ്സിൽ വരിക. എലമെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഷേപ്സിൽ പോവാം. ഇവിടെ ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും. ഈ ബേസിക് ഷേപ്പിൽ ഫസ്റ്റിലുള്ള ഈ സ്ക്വയറിലുള്ള ഒരു സൈസ് ചൂസ് ചെയ്യാം. എൻ്റെ ഇവിടെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കണ്ടൻറ്റും ആഡ് ചെയ്യുക, ടെക്സ്റ്റും ആഡ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മൗസിൻ്റെ കേഴ്സർ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കോൾ നൗ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഫോൺ സ്റ്റൈലൊന്ന് മാറ്റുന്നുണ്ട്. ജസ്റ്റ് ബോൾഡാക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അങ്ങനെ വരാമെന്നുള്ളതാക്കി. പിന്നെ ഇതിൻ്റെ കോർണർ റൗണ്ടിങ് സെറ്റ് ചെയ്യുക. കോർണർ റൗണ്ടിങ് സെറ്റ് ചെയ്യാൻ ഞാനൊരു 10 കോർണർ റൗണ്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. ഇവിടെ 10 എന്നുള്ള ടൈപ്പ് ചെയ്യാം. അതായത് കോർണർ റൗണ്ടിങ് സെറ്റ് ചെയ്യാൻ ഇവിടെ മുകളിൽ കണ്ടോ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ചസും വരുത്താന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഈ ബാറിലാണ് എല്ലാ ഓപ്ഷൻസും ഉള്ളത്. ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് കൊണ്ടുവെക്കാം. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക.
ഞാൻ ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്യുന്നുണ്ട് പേജ്, ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരാം. എൻ്റെ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു നമ്പർ തൽക്കാലികം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു നമ്പർ കൊടുക്കുന്നിടത്ത് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോക്സിനാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് വെയിറ്റ് കൊടുക്കാം. അപ്പോൾ അതൊരു 2 മതി. എന്നിട്ട് അതിൻ്റെ കളറ് വൈറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാണാൻ പറ്റും, വൈറ്റിലേക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ഇല്ല അത് മാറ്റാം. അതിന് മുമ്പ് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്നെങ്കിൽ ഈ നോ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്കാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഗ്രൂപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഹെഡിങ് ഒന്ന് കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് ഒരു കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യാം. അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഇതേപോലത്തെ ബോക്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ഫോൺ സൈസ് കുറയ്ക്കുക. എന്നിട്ട് ഈ ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലേ, ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫോൺ സ്റ്റൈലും കളറും, ഫോണിൻ്റെ കളറും അതിന് ബോക്സിൻ്റെ കളറും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ബോക്സിൻ്റെ കളർ ഞാൻ ഫോണിൻ്റെ കളർ ബ്ലാക്ക് ആക്കിയിട്ട് ബോക്സിൻ്റെ കളർ വൈറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ കോർണർ റൗണ്ടിങ് ഒന്നും കൂടെ ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട്. അത്ര വേണ്ട, ഒരു 5 ഒക്കെ മതി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് വേണ്ട ഒരു ഇമേജസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമേജ് വെച്ചു. ഇനി ഇതിൽ ഒരു ഈ ബോക്സ് ഷേപ്പും കൂടെ ഇതും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് യെല്ലോ കളറിൽ മാറ്റങ്ങളൊന്നും വെച്ചില്ല. അത് വെച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻ ബാക്കിലേക്ക് മാറ്റം വരുത്താം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് സൈസ് കൂട്ടി കൊടുക്കാം. ഒരു പൊടിക്ക് മുകളിലേക്കാക്കിയിട്ട് മാറ്റി വരുത്താം. ഇപ്പോൾ നമ്മളതിലേക്കുള്ള ഇമേജസ് ആഡ് ചെയ്തു. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. താഴെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഫോൺ സ്റ്റൈല് ബ്ലാക്ക് ലൈൻ ഒന്നുണ്ട്. പക്ഷെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് മാറ്റിയിട്ട് ഒരു നോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ബോർഡർ കളർ ബ്ലാക്കും കൊടുക്കുക. ഇനി ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ബോർഡർ കോർണർ സ്ട്രോക്ക് വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൊണ്ട് കുറച്ച് കൊടുക്കും. 1 ഒക്കെ മതിയായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കണ്ടൻറ്റ് കോപ്പി ചെയ്ത് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണല്ലോ. അപ്പോൾ നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്നുകൂടെ ലെങ്ത്ത് കൂട്ടി കൊടുക്കും. ബോൾഡ് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബോൾഡ് സ്റ്റൈൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കണ്ടൻറ്റ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ കൊണ്ടുവരാം. ഇതിനെല്ലാം തന്നെ ഫോണിൻ്റെ സ്റ്റൈല് ഞാൻ പോപ്പിൻസ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഏകദേശം സെറ്റായി അല്ലേ. ഇനി ഇതിലേക്ക് ചെറിയൊരു എലമെൻസും കൂടെ ആഡ് ചെയ്യാം. എലമെൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എലമെൻസിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ ബിൽഡിംഗ് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഗ്രാഫിക്സ് ആണ് വേണ്ടത്. ഗ്രാഫിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ കാണാൻ പറ്റും കുറച്ച് ഒരുപാട് ബിൽഡിങ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എലമെൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ കളറ് വൈറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ട്രാൻസ്പെറൻസി എന്നുള്ളതില്ല, അതിൽ ജസ്റ്റ് കുറച്ച് കൊടുക്കുക.
അപ്പോൾ നമുക്കൊരു കുറഞ്ഞ ട്രാൻസ്പെറൻസി മതി. അതെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് നിൽക്കാതെ ഒരു വേറൊരു ഫീലിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനൊരു ട്രാൻസ്പെറൻസി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 8 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കൊടുത്തു. ജസ്റ്റ് സൂം ഒന്ന് കുറയ്ക്കുക. ഇനി ജസ്റ്റ് കൂട്ടുകൂട്ടുകൂടിയും കൊടുക്കാം. ഒരു 19 കൊടുക്കാം, 15 കൊടുക്കാം. കൊടുത്തു. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കാം. പൊസിഷൻ മാറ്റി കൊടുക്കാൻ 2 രീതിയിൽ ചെയ്യുക. അവിടെ അറേഞ്ച് എന്നുള്ളതും ചെയ്യുക, അത് ലെയേഴ്സ് എന്നുള്ളതും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ബാക്ക് എന്നുള്ളത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനും ബാക്ക് എന്നുള്ളത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു എലമെൻറ്റ്സും കൂടെ ആഡ് ചെയ്യുക. 24x7 എന്നുള്ള ആ ഒരു എലമെൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. 24x7 സർവീസ്. അപ്പം ഗ്രാഫിക്സിൽ വരിക, സിയോൾ കൊടുക്കുക. പിന്നെ ഇവിടെ മുകളിൽ കാണാൻ പറ്റും. ഒരു സാധനം കൂടെ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ മാറ്റാൻ ഇവിടെ കളർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എല്ലാ എലമെൻറ്റ്സിനും കളർ മാറ്റാൻ പറ്റില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഓവർവ്യൂ എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഡൽസ് പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെഫറൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്യാൻവ ഉപയോഗിച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാൻവ ഉപയോഗിച്ചിട്ട് നല്ലൊരു സോഷ്യൽ മീഡിയ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാം. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.